السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, സൂറത്ത് യാസീനിൽ മഹ്ശറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റവാളികളായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ കൂട്ടത്തിൽ ചേർന്ന് നിൽക്കുവാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് വേറിട്ട് നിൽക്കുവീൻ എന്ന് പറയുകയും പിശാചിനെ ഒരിക്കലും നിങ്ങൾ ആരാധിക്കുകയും അവൻ്റേതായ ദുർബോധനങ്ങൾക്ക് വശംവദരായി നിങ്ങൾ നശിച്ചു കളയുകയും ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലയോ? ധാരാളക്കണക്കിന് പടപ്പുകളെ അവൻ വഴിപിഴപ്പിച്ചത് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് ബുദ്ധി കൊടുത്ത് ചിന്തിക്കാമായിരുന്നില്ലേ എന്നൊക്കെ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന രംഗമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കസീറ അഫലം തകൂനു തഅഖിലൂൻ. അതുകൊണ്ട് ഹാദിഹി ജഹന്നം അല്ലതി കുൻതും തുഅദൂൻ ഇസ്ലൗഹൽ യൗം. ഇന്നത്തെ ദിവസം നിങ്ങൾ അതിൽ കടന്നെരിഞ്ഞോളൂ. ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളായത് കാരണത്താൽ. ഇത്രയും ആയത്തുകളാണ് കഴിഞ്ഞ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. തുടർന്നുകൊണ്ട് അവിടെ നടക്കാൻ പോകുന്ന ഒരു രംഗം അള്ളാഹു അറിയിക്കുകയാണ്. അൽ യൗമ, ഇന്നത്തെ ദിവസം. അൽ യൗം, ഇന്നത്തെ ദിവസം. നഖ്തിമു, നാം മുദ്ര വെക്കുന്നതാണ്. ഖതമ, മുദ്ര വെച്ചു, സീൽ ചെയ്തു, അതിനാണ് ഖതമ. സീലിന് ഖത്മ് എന്ന് പറയും. ഖത്മ്, സീല്, മുദ്ര, അതിനെന്താ പറയാ? ഖത്മ്. നഖ്തിമു, ഖതമ യഖ്തിമു നഖ്തിമു. അല്ലാഹു പറയുന്നു നാം സീൽ വെക്കുന്നതാണ്. അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം സീൽ വെക്കുന്നതാണ് ഇന്നത്തെ ദിവസം. വായ അവിടെ അടച്ചുപൂട്ടി അത് സീൽ വെക്കും. ഇത് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ നമ്മളോട് സംസാരിക്കുക ഇനി ആരാണ്? വതുകല്ലിമുനാ, നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. കല്ലമ, സംസാരിച്ചു. ഇതിന് മുതാരിയാണ് യുകല്ലിമു. വതുകല്ലിമുനാ, അല്ലാഹു പറയുന്നു നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ഐദീഹിം, അവരുടെ കൈകൾ. യദുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഐദി. അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നതാണ്. തീർന്നില്ല. വതശ്ഹദു, സാക്ഷി നിൽക്കുകയും ചെയ്യും. വിറ്റ്നസ് ആയിട്ടുണ്ടാവുക ആരാണ്? വതശ്ഹദു, സാക്ഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. ഷഹീദ യശ്ഹദു, ഷഹീദ എന്ന് പറഞ്ഞാൽ സാക്ഷി നിന്നു, സാക്ഷ്യം വഹിച്ചു. ഒരു കാര്യത്തിന് ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറയാം, അതാണ് ഷഹീദ. ഷഹാദ, സാക്ഷി പറയൽ. വതശ്ഹദു, സാക്ഷി പറയുകയും ചെയ്യുന്നതാണ്. അർജുലുഹും, അവരുടെ കാലുകൾ. റിജിലിന്റെ ബഹുവചനാണ് അർജുൽ. റജുൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? പുരുഷൻ എന്നാണ്. റജുൽ, അതിന്റെ ബഹുവചനം എന്താണ്? റിജാലുൻ എന്നാണ്, പുരുഷന്മാർ. ഇത് റിജിലാണ്. റിജിൽ എന്ന് പറഞ്ഞ അർത്ഥം കാല്, അതിന്റെ ബഹുവചനാണ് അർജുൽ. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്നതാണ്. എന്തിനെ കുറിച്ച്? ബിമാ കാനൂ യക്സിബൂൻ, അവർ എന്തൊക്കെ ചെയ്തികളാണ് സമ്പാദിച്ചു കൂട്ടിയത്, ചെയ്തു കൂട്ടിയത്. കസബ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സമ്പാദിച്ചു. മുന്നേ പിന്നെ ഭാവിയിലേക്ക് വേണ്ടി ഒരുക്കി വെക്കുക, അതാണ് കസബ, സമ്പാദിച്ചു. സൂറത്ത് മസദിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ, മാ ഗനാ അൻഹു മാലുഹു വമാ കസബ. അബൂലഹബിന് ഉപകരിച്ചില്ല, അവന്റെ മുതൽ ഉപകരിച്ചില്ല. വമാ കസബ, അവൻ നേടി വെച്ചതൊന്നും ഉപകരിച്ചില്ല. അപ്പോൾ ഇവിടെ
ബിമാ കാനൂ യക്സിബൂൻ കസബ യക്സിബു, അവർ എന്തൊക്കെ കരുതി, അവരെന്തൊക്കെ അധ്വാനിച്ച് പ്രവർത്തിച്ചുണ്ടാക്കി, ആ പ്രവർത്തിച്ചതിനെ കുറിച്ച് കാലുകൾ സാക്ഷി പറയും, കൈകൾ സംസാരിക്കും, വായ്ക്ക് നാം മുദ്ര വെക്കുകയും ചെയ്യുന്ന ദിവസം. സഹോദരങ്ങളെ, പരലോക കോടതിയിൽ നടക്കാൻ പോകുന്ന മുനാഫിക്കുകൾക്കും തെമ്മാടികൾക്കും കാഫിറുകൾക്കും വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തമാണ് പരലോക കോടതി. ഈ ഒരൊറ്റായത്തെ നമ്മളൊന്ന് വിശദീകരിക്കുന്നുള്ളൂ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമതായി, പരലോക കോടതിയിലെ വിചാരണയുടെ പ്രത്യേകത, അവിടെ അള്ളാഹു നീതിമാനാണ്. നീതിമാനായ റബ്ബ് മുഴുവൻ ഓരോ കുറ്റവാളിയോടും അയാൾക്ക് കിട്ടേണ്ടുന്ന ശിക്ഷ അയാൾക്ക് കിട്ടേണ്ടത് തന്നെയാണെന്ന് അയാളെ ബോധ്യപ്പെടുത്തിയിട്ടേ ശിക്ഷിക്കുകയുള്ളൂ. അയാൾക്കാണ് ബോധ്യപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം മഹ്ശറയിൽ വിചാരണ ആവശ്യമുണ്ടോ? നമ്മൾ ആ പോയിന്റ് മനസ്സിലാക്കണം. പരലോക കോടതിയിൽ എന്തിനാ വിചാരണ? വിചാരണയ്ക്ക് ശേഷമേ എല്ലാവരും സ്വർഗത്തിൽക്കോ നരകത്തിൽക്കോ ഒക്കെ അള്ളാഹ് കടത്തുള്ളൂ. അള്ളാഹ്ക്ക് എന്തിനാ അവിടെ ഒരു വിചാരണ? അള്ളാഹ്ക്ക് അറിയില്ലേ ഓരോരുത്തരെയും കുറിച്ച്? പിന്നെന്തിനാ അവിടെ ഒരു വിചാരണ? എന്തിനാ എന്നെ വിചാരണ ചെയ്യുന്നത്? എന്നെ കുറിച്ച്, എന്റെ സൽക്കർമ്മങ്ങളെ കുറിച്ച്, എന്റെ ചെയ്തികളെ കുറിച്ച് എന്റെ റബ്ബിനെ അറിയാത്തോണ്ടല്ല. പിന്നെന്തിനാ? എന്നെ ബോധ്യപ്പെടുത്താനാ. നന്മ കിട്ടുന്നുണ്ടോ? അത് ഞാൻ ചെയ്തതാണ്. ആ നന്മ കാണിച്ചിരുന്ന് ബോധ്യപ്പെടുത്താൻ അതിനുള്ള വിറ്റ്നസ് ഒക്കെ, ദൃക്സാക്ഷികളൊക്കെ ഉണ്ടാവും അവിടെ. ഞാൻ തിന്മ ചെയ്തോ, എന്നെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാനതിന് അർഹനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തലാണ് അവിടെ ഉദ്ദേശം. റഹ്മാനായ റബ്ബിനവിടെ എന്ത് വിചാരണ? അള്ളാഹുവിന് അവിടെ ആരെ കുറിച്ചെങ്കിലും പിന്നെ ഇനി അവിടെ ഒരു വിചാരണയൊക്കെ നടത്തിയിട്ട് എന്താ ഇയാൾ അവസ്ഥ എന്നൊക്കെ നോക്കിയിട്ട് വേണോ സ്വർഗനരകം തീരുമാനിക്കാൻ? വേണ്ട. മറിച്ച് റഹ്മാനായ റബ്ബ് വിചാരണ നടത്തുന്നത് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താനാണ്. അതുകൊണ്ട് അവിടെ കൃത്യമായി സാക്ഷികളെ കൊണ്ടുവരുന്ന ദിവസമാണ്. പരലോക കോടതിയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞ ഒരു പ്രത്യേകതയാണ്, ധാരാളക്കണക്കിന് സാക്ഷികളെ കൊണ്ടുവരുന്ന ദിവസമാണത്. വജീഅ ബിന്നബിയ്യീന വശുഹദാ, നബിമാരെ കൊണ്ടുവരപ്പെടും. വശുഹദാ, അവരല്ലാത്ത സാക്ഷികളെയും നാം കൊണ്ടുവരും. ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനൂ ഫിൽ ഹയാത്തിദ് ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. സാക്ഷികളെ നിർത്തപ്പെടുന്ന ദിവസമാണ് പരലോകം. അവിടെ ഒരുപാട് സാക്ഷികളുണ്ട്. ഒന്നാമത്തെ സാക്ഷി ആരാണ്? എല്ലാ മനുഷ്യന്റെയും പ്രവർത്തനത്തിനുള്ള പരലോക കോടതിയിൽ അള്ളാഹു ഹാജരാക്കുന്ന ആദ്യത്തെ സാക്ഷി അല്ലാഹു തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ഒരുപാട് ആയത്തുകളിലൂടെ പറഞ്ഞതാണ്. റഹ്മാനായ റബ്ബാണ് ഏറ്റവും വലിയ സാക്ഷി. എല്ലാത്തിനും ദൃക്സാക്ഷിയാണ് അള്ളാഹു എന്ന് ഖുർആനിലൂടെ അവൻ നമ്മളെ പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, വമാ തകൂനു ഫീ ശഅനിൻ വമാ തത്ലൂ മിൻഹു മിൻ ഖുർആനിൻ വലാ തഅമലൂന മിൻ അമൽ ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ ഇദ് തുഫീദൂന ഫീഹി وما يعزب عن ربك من مثقال ذرة في الأرض ولا في السماء ولا أصغر من ذلك ولا أكبر إلا في كتاب مبين. സൂറത്ത് യൂനുസ് 61-ാമത്തെ ആയത്ത് എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കണം. വല്ലാത്തൊരു ആയത്താണത്. ആ ആയത്ത് പഠിച്ച ഒരാൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയൂല. അത്ര ഗൗരവമുള്ള ആയത്താണ്. പൊതുവേ അള്ളാഹു കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ കാന അലാ കുല്ലി ശൈഇൻ ഷഹീദ. അള്ളാഹ് പൊതുവേ പറഞ്ഞ നയമാണ്. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും ദൃക്സാക്ഷിയാണ്. നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ആര് ദൃക്സാക്ഷിയാണ്? അള്ളാഹ് ദൃക്സാക്ഷിയാണ്. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹി വഹുവ മഅഹും. അത് നിസായിലെ 108-ാമത്തെ ആയത്തായി. അതിലൊക്കെ പറയുന്ന വിഷയം എന്താ അറിയോ? നമ്മുടെ ഏത് കർമ്മത്തിനും അള്ളാഹ് ദൃക്സാക്ഷിയാണ്. അതിലാ പറഞ്ഞൊരു സാക്ഷി എന്താ വേണ്ടത്? ആര് കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ട്. എല്ലാത്തിനും അവൻ ദൃക്സാക്ഷിയാണ്. എന്നിട്ട് പറയാണ് ജനങ്ങളോട്, ജനങ്ങൾക്കൊരു തകരാറുണ്ട്. അവരൊരു തെറ്റ് ചെയ്യുമ്പോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുക ആരിൽ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. അവർ ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുന്നു. അല്ലാഹുവിങ്കൽ നിന്ന് മറച്ചു വെക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. വഹുവ മഅഹും. എന്തേ കാരണം? അല്ലാഹ് സദാ അവരുടെ കൂടെ ഉണ്ടേ. എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും കൊണ്ട് റബ്ബുണ്ട് എപ്പോഴും. അപ്പൊ തെറ്റ് ചെയ്യുമ്പോ നമ്മളിങ്ങനെ നോക്കുക, അപ്പുറം നോക്കണം. എന്താ, ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ആ നോട്ടം കൊണ്ട് എന്ത് കാര്യമുള്ളത്? ഒരു മുഅ്മിനായ മനുഷ്യന് ആ നോട്ടം കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? മറ്റുള്ളവനക്ക് അള്ളല്ലാന്നും പരലോകല്ലാന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഒക്കെ അവൻ്റെതൊക്കെ ദുന്യാവാ. അവന് ഇവിടെ ആരെങ്കിലും കാണുന്നതും ഇവിടെ ആരെങ്കിലും അറിയുന്നതും ആളുകളുടെ മുമ്പിൽ അപമാനിതനായി പോകുമല്ലോ എന്നുള്ളതും ദുന്യാവിൽ ശിക്ഷിക്കപ്പെടുമല്ലോ, ജയിലിലടക്കപ്പെടുമല്ലോ എന്നൊക്കെ ആയിരിക്കും
അവിശ്വാസികളും മുനാഫിക്കുകളും ഒക്കെ പേടിക്കുക. ഒരു വിശ്വാസി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നതിൽ വാസ്തവത്തിൽ അത് വല്ല അർത്ഥം അതിലുണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇല്ല. എന്തിനാ നമ്മൾ നോക്കണേ? ആരും കാണാതിരിക്കാൻ, ആരും അറിയാതിരിക്കാൻ അല്ലേ? റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അല്ലാഹു തആല നിങ്ങളുടെ മേൽ നിരീക്ഷകനായിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് റഖീബായിട്ടുണ്ട്, നിരീക്ഷകനായിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും അവൻ ദൃക്സാക്ഷിയാണ്. അതിന്റെ ഒരു വിവരണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തു യൂനുസിലെ 61-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. എന്താ? ഒരു കാര്യത്തിനും അള്ളാഹ് സാക്ഷിയായിട്ടല്ലാതെ ഉണ്ടാവില്ല. വമാ തകൂനു ഫീ ശഅൻ. കണ്ടോ, ആദ്യം മൊത്തത്തിലാണ് പറഞ്ഞത്. വമാ തകൂനു ഫീ ശഅൻ. ഒരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെട്ടാലും ശരി, നിങ്ങൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും, വമാ തത്ലൂ മിൻഹു മിൻ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴും, വലാ തഅമലൂന, നിങ്ങൾ ചെയ്യുന്നില്ല, മിൻ അമലിൻ, ഏതൊരു പ്രവൃത്തിയും, അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ, നിങ്ങൾക്ക് ചെയ്യാനാവില്ല. എങ്ങനെയായിട്ടല്ലാതെ? ഇല്ലാ കുന്നാ അലൈക്കും ശുഹൂദാ, നാം നിങ്ങളുടെ മേൽ സാക്ഷിയായിട്ടല്ലാതെ, ദൃക്സാക്ഷിയായിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ലട്ടോ. ഇത് തുഫീദൂന ഫീഹ്, നിങ്ങൾ ആ പ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കെ, നിങ്ങൾ ഖുർആൻ ഓതുകയാവട്ടെ, ഗീബത്ത് പറയാവട്ടെ, ഏത് പ്രവൃത്തി നിങ്ങൾ ചെയ്യാവട്ടെ, ഖൈറാവട്ടെ ശർറാവട്ടെ, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നാം അത് കാണുന്നുണ്ട്, നാം അത് കേൾക്കുന്നുണ്ട്, നാം അത് അറിയുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ദൃക്സാക്ഷിയായിട്ട് നാം അവിടെയുണ്ട്, നിങ്ങൾ ആ പ്രവൃത്തിയിൽ മുഴുകുമ്പോഴെല്ലാം. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, എല്ലോ കോടിക്കണക്കിന് മനുഷ്യന്മാരൊക്കെ കൂടിയും ചെയ്യണ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് പരിഗണിച്ചിട്ട് ചെറുതൊക്കെ ഉണ്ടോ യുവാക്കൂലെ? ചെറുതൊക്കെ അപ്പൊ അത്രയൊക്കെ ഉണ്ട് നോക്കുവോ? സൂക്ഷ്മ നിരീക്ഷണം ഉണ്ടാവുക. ഇതിന്റെ മറുപടി അടുത്ത വാചകം. വമാ യഅ്സുബു അൻ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല, നിന്റെ റബ്ബിന് അവ്യക്തമാവുകയില്ല. മിൻ മിസ്ഖാലി ദർറത്തിൻ, ഒരണുത്തൂക്കം പോലും. അണു എന്ന് പറഞ്ഞാൽ ആറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്ത സാധനം, തൊടാൻ കഴിയൂല, കയ്യിലെടുക്കാൻ കഴിയില്ല, കാണാൻ കഴിയൂല. ഇതാണ് ആറ്റം. ഒരാറ്റത്തിന്റെ ഒരു അണുത്തൂക്കം ഫിൽ അർദി വലാ ഫിസ്സമാ, ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ, ആകാശഭൂമികൾ അടങ്ങുന്നതാണല്ലോ പ്രപഞ്ചം, സപ്താകാശങ്ങളും സപ്തഭൂമിയും അടങ്ങുന്ന ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും ഒരണുത്തൂക്കം പോലും അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് അത് മറഞ്ഞു പോകുന്നതല്ല. അപ്പൊ പിന്നെ അണുവിന്റെയും താഴെ, ശാസ്ത്രമൊക്കെ വളർന്നില്ലേ, അണുവിനെയും വിഭജിക്കാലോ. അപ്പൊ ഇനി അതിന്റെ താഴെയുള്ളത് അള്ളാഹ് കാണൂലേ? അറിയൂലേ? കാണും. വലാ അസ്ഗറ മിൻ ദാലിക, ഇത് പറയുന്ന കാലത്ത് ആറ്റമും അതിന്റെ വിഭജനം ഒന്നും നടന്നിട്ടില്ല കേട്ടോ. അള്ളാഹ് പറയുന്നത് വലാ അസ്ഗറ മിൻ ദാലിക, അതിനേക്കാൾ താഴെയുള്ള ഒരളവ്, അതിനേക്കാൾ താഴെയുള്ള ഒരു തൂക്കമോ, വലാക്ബറായിനി, അതിനേക്കാൾ വലുതായിരുന്നാലും, എല്ലാം ഇല്ലാ ഫീ കിതാബിൻ മുബീൻ, എല്ലാം സുവ്യക്തമായ ഒരു രേഖയിൽ അവിടെ രേഖപ്പെട്ട് കിടക്കും. അപ്പൊ ഇതൊക്കെ അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. അവന് നടപടിയെടുക്കാൻ ഒരു സാക്ഷിയും വിചാരണയൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. ഇതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? അടിമകളെ അള്ളാഹു തആല ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് എന്തിന് ഈ സാക്ഷികളെയൊക്കെ ഹാജരാക്കുന്നത്. എന്തിനാ അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്? ഒരു ഒഴികഴിവും ഇനി പറയാൻ നമുക്കുണ്ടാവില്ല. ഒരു ഒഴികഴിവും പറഞ്ഞ് രക്ഷപ്പെടാൻ പരലോക കോടതിയിൽ ഒരവസരവും ബാക്കിയാവാത്ത നിലക്ക് നമുക്കൊരു ഒഴികഴിവ് അള്ളാഹിനോട് പറയാനുണ്ടാവില്ല. ആ നിലക്ക് റബ്ബ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് അവന്റെ കാരുണ്യം, അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏറ്റവും കരുണയുള്ളവനാണ്, ഞാൻ നീതിയുടെ കോടതിയുടെ ഉടമയാണ്. അതൊക്കെ വെറും വാക്ക് പറഞ്ഞതല്ല, കണ്ടോ, ബോധ്യപ്പെടുത്തി തരികയാണ് ഞാൻ നിന്നെ എന്ന് പറഞ്ഞ് അത് മുഴുവനും അങ്ങോട്ട് ബോധ്യപ്പെടുത്തി തരും. അങ്ങനെ സാക്ഷികളെയാണ് കൊണ്ടുവരുന്ന ദിവസമാണ് എന്ന് പറഞ്ഞല്ലോ. നബിമാരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലേ? അള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ സാക്ഷികൾ ആരാ? ഓരോ സമുദായത്തിനും സാക്ഷി ആരായിരിക്കും? ആ സമുദായത്തിന്റെ റസൂല്. എല്ലാവർക്കും കൂടി സാക്ഷിയായിട്ട് ആര് വരും? മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരേണ്ട കാര്യം എന്താണെന്നറിയോ? അത് നമ്മൾ ശ്രദ്ധിച്ചോളിൻ. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്താ പറയണെന്നറിയോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹാജരാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിനെ വിളിക്കും. നൂഹേ എന്ന് വിളിക്കുന്നതോടുകൂടി നൂഹ് അലൈഹിസ്സലാം വിനയത്തോടെ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ലബ്ബൈക വ സഅദൈക യാ റബ്ബ്. എന്തേ റബ്ബേ എന്നെ വിളിച്ചു? ആ വിനയത്തിന്റെ താഴ്മയുടെ മറുപടിയാണിത്. ലബ്ബൈക വ സഅദൈക യാ റബ്ബ്. നൂഹ് നബിയെ അല്ലാഹു വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, ഹൽ ബല്ലഗത, ഞാൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിന്നെ ഏൽപ്പിച്ചിരുന്ന ഡ്യൂട്ടി നീ ചെയ്തിരുന്നോ? നൂഹ് നബി അലൈഹിസ്സലാം പറയുന്ന, ഞാൻ ചെയ്തു റബ്ബേ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തോട് അല്ലാഹു ചോദിക്കും, ഹൽ ബല്ലഗകും, നൂഹ് നിങ്ങൾക്ക് എത്തിച്ചു തന്നിരുന്നുവോ? ശ്രദ്ധിക്കണം. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ നിഷേധികൾ പറയും, മാ അതാനാ മിൻ നദീർ,
ഞങ്ങൾക്കൊരു താക്കീതുകാരനും വന്നിട്ടില്ലായിരുന്നു. നിങ്ങൾ വെറുതെ പറയണം, ഇയാളൊന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്താ അവിടെ വെച്ച് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനത കാഫിറുകൾ, തെമ്മാടികൾ പറയും. അപ്പൊ നൂഹ് അലൈഹി ഇസ്ലാമിനോട് പടച്ചറബിന്റെ തിരിച്ചു വീണ്ടും ചോദ്യം, മൻ യശ്ഹദു ലക, നീ നിന്റെ സമുദായത്തിന് എത്തിച്ചു കൊടുക്കേണ്ട ദീന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നീ പറഞ്ഞല്ലോ. അതിന് നിനക്കുള്ള വിറ്റ്നസ് ആരാണ്? നിനക്കുള്ള സാക്ഷി ആരാണ്? നിനക്ക് സാക്ഷി വല്ലതും ഹാജരാക്കാനുണ്ടോ? നൂഹ് അലൈഹിസ്സലാമിനോടുള്ള ചോദ്യം. ഫയഖൂലു, അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം മറുപടി കൊടുക്കും, മുഹമ്മദുൻ വ ഉമ്മത്തുഹു, മുഹമ്മദ് നബിയും അദ്ദേഹത്തിന്റെ സമുദായവും തന്നെയാണ് ഞാൻ ഈ സമൂഹത്തിന് ദീന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ്. അതെങ്ങനെ തെളിവ്? ഫയഷ്ഹദൂന അന്നഹു ഖദ് ബല്ലഗ, അല്ലാഹുവിന്റെ റസൂലും ഈ ഉമ്മത്തും അവർ സാക്ഷി പറയും എന്ത്? നൂഹ് നബി അലൈഹിസ്സലാം എത്തിച്ചിട്ടുണ്ട്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതാ ലിതകൂനു ശുഹദാ അലന്നാസ്, മുഴുവൻ ജനങ്ങൾക്കും ദീനി എത്തിച്ചു കൊടുക്കാൻ അമ്പിയാക്കൾ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ സാക്ഷി അവസാനം വന്ന ഉമ്മത്തായി നിങ്ങളാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, നിങ്ങളുടെ എല്ലാവരുടെയും മേൽ സാക്ഷിയായിട്ട് പിന്നെ ആരുമാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ റസൂലാണ് നാളെ മഹ്ശറിൽ മൊത്തത്തിൽ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ വല്ലാതെ കരഞ്ഞുപോയ രംഗം അപ്പോഴായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇഖ്റ, എനിക്കൊന്ന് ഖുർആൻ ഓദിത്താന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ചോദിക്കാണ്, ഖുർആൻ അങ്ങേക്കല്ലേ ഇറങ്ങിയത്, പിന്നെ ഞാൻ എന്തിനാണ് അതൊന്ന് ഓതിത്തരുന്നത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നീ അഷ്തഹി, എനിക്ക് വല്ലാതെ പൂതിയാകുന്നുണ്ട് അബ്ദുല്ലാ, അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്തവരുടെ വായിലൂടെ അതൊന്ന് ഓതി കേൾക്കാൻ എനിക്ക് മോഹമുണ്ട്. അപ്പോൾ ഞാൻ സൂറത്തുൻ നിസാ ഓതി തുടങ്ങി. അബ്ദുള്ള പറയാണ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, ഞാൻ സൂറത്തുൻ നിസാ ഓതി തുടങ്ങി. സൂറത്തുൻ നിസാ ഓതി തുടങ്ങിയിട്ട് അതിൽ ഞാൻ ഈ ആയത്തിലെത്തി. ഏതായത്തിൽ? ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓ നബിയേ, എല്ലാ സമുദായത്തിനും സാക്ഷിയായിട്ട് അവരുടെ നബിമാരെ കൊണ്ടുവരുന്ന ദിവസം, അവർക്കെല്ലാവർക്കും കൂടി സാക്ഷിയായിട്ട് ഞാൻ നിന്നെയും കൊണ്ടുവരുന്ന ദിവസം. എന്നാ ഗൗരവതരമായ രംഗത്തെക്കുറിച്ച് ഉള്ള ആയത്ത് ഞാനാണ് പാരായണം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാഗത്ത് നിന്ന് ഒരു തേങ്ങിക്കരച്ചിലാ കേൾക്കുന്നത്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അള്ളാന്റെ റസൂല് കരയാണ്. എന്നോട് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, കുഫ, മതി മതി മതി, നിർത്ത്, അംസിക്, ഓത്ത് മതിയാക്ക് എന്നോട് കൈകൊണ്ട് ആംഗ്യം കാണിക്കും. റസൂലുള്ളാഹ് നാളെ മഹ്ശറിൽ എല്ലാവർക്കും കൂടി സാക്ഷിയായിട്ട് വരുന്ന രംഗം കേട്ടപ്പോൾ പ്രവാചകൻ കരഞ്ഞുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, രണ്ടാമത് ലോകത്ത് എല്ലാവർക്കും സാക്ഷിയാക്കി കൊണ്ടുവരുന്നത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. ഇതേ ആശയം സൂറത്തുൻ നഹ്ലിൽ 89-ാമത്തെ ആയത്തിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വജിഇനാ ബിക ഷഹീദൻ അലാ ഹൗലാ, എല്ലാവരും ഈ ലോകത്ത് സത്യം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? അന്ത്യപ്രവാചകനാണ്. അന്ത്യപ്രവാചകൻ വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? മറ്റുള്ളവരൊക്കെ അവരുടെ കാലത്ത് അവരുടെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന കൃത്യമായ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ളതിന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷിയാണ്. ഇനി സത്യനിഷേധികളായ ആളുകൾക്ക് ദുന്യാവിലൊരു പണി ഉണ്ടായിരുന്നു. അതെന്താ? അവരുടെ പണി എപ്പോഴും നുണ പറയലാണ്. അങ്ങനെ നുണ പറയുന്ന രംഗം അവിടെയും വരും. മാത്രമല്ല, നാളെ മഹ്ശറിൽ വരാൻ പോകുന്ന മറ്റു സാക്ഷികൾ ഭൂമി സാക്ഷ്യം വഹിക്കും. നമ്മൾ നിവസിക്കുന്ന ഭൂമി അവിടെ സാക്ഷി പറയും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. യൗമഇദിൻ തുഹദ്ദിസു, അന്നത്തെ ദിവസം, തുഹദ്ദിസു വർത്തമാനം പറയും. ഭൂമി വർത്തമാനം പറയും. അഖ്ബാറഹ, അതിന്റെ വർത്തമാനങ്ങൾ. ഭൂമിക്ക് ഒരുപാട് പറയാനുണ്ട്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, ഭൂമിക്ക് അല്ലാഹു വഹി കൊടുത്തിട്ട്. അവിടെ വഹി എന്ന് പറഞ്ഞാൽ എന്താ? തേനീച്ചക്കും വഹി കൊടുത്തു എന്ന് തന്നെ ഖുർആൻ പ്രയോഗിച്ചത്. അത് പറയാനുള്ളതാണ്. തോന്നിപ്പിച്ചു. ആ ഭൂമി സംസാരിക്കേ അപ്പുറമുള്ള സംസാരിക്കുന്ന വർത്താനം ഞാൻ പറയാൻ പോവുകയാണ്. ഭൂമി സംസാരിച്ചു. നമ്മൾ ഏത് നന്മ ചെയ്തോ ഏത് തിന്മ ചെയ്തോ ഭൂമിയുടെ ഏതെങ്കിലും ഒരു കോണിൽ, ആകാശലോകത്ത് എവിടെയാവട്ടെ, ഒരു പ്രദേശത്ത് വെച്ചല്ലാതെ നമുക്ക് തിന്മയാനും നന്മയാനൊന്നും കഴിയില്ല. പരലോക കോടതിയിൽ ഭൂമി പറയും, എന്റെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇയാൾ ഇന്ന കാര്യം ചെയ്തത്. നിഷേധിക്കാനൊന്നും കഴിയില്ല. ദുന്യാവിൽ തന്നെ ഇതൊക്കെ പറയുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ കാലത്തുള്ള സ്വഹാബത്തിന് അതിലൊരു അവിശ്വാസം തോന്നിയിട്ടില്ല. ഇന്നിപ്പോ നമ്മള് പാതിര 12:05 12:03 ഇന്ന ജില്ലയുടെ ഇന്ന പഞ്ചായത്തിലെ ഇന്ന ഗ്രാമത്തിലെ ഇന്ന പാലത്തിന്റെ മുകളിലൂടെ നിന്റെ കാറ് പോകുമ്പോ
നീ സ്പീഡ് ഇത്ര സ്പീഡും കവിഞ്ഞിരിക്കുന്നു. ഇതാ ഫോട്ടോ വന്നു. മുമ്പിലിരിക്കുന്ന ഡ്രൈവറും പുറത്ത് മുന്നിലിരിക്കണോ നല്ല തെളിഞ്ഞ ഫോട്ടോ എയിൽ ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ നമ്മൾ ഫൈൻ അടക്കുന്ന ആ ലിസ്റ്റ് നമുക്ക് അയച്ചു തരുമ്പോൾ കൃത്യമായിട്ട് അതിലുണ്ടാവും എവിടെ വെച്ചാൽ നടന്നത്. അവിടെ അതാ ഞാൻ പറഞ്ഞത്, ഇന്ന ജില്ലയിൽ ഇന്ന ഇടത്ത് ഇന്ന ബ്രിഡ്ജിന്റെ മുകളിൽ ഇന്ന പോയിന്റിൽ ഇത്രാമത്തെ മണിക്കൂർ ഇത്രാമത്തെ മിനിറ്റ് ഇത്രാമത്തെ സെക്കൻഡിൽ നീ ഇന്ന തെറ്റ് ചെയ്തു, ഫൈന് 600 2500. നമുക്ക് വല്ല പ്രയാസം തോന്നുന്നുണ്ടോ? വിശ്വസിക്കണ്ടേ? എവിടെ വെച്ച് തെറ്റ് ചെയ്തു അവിടെ കൃത്യം രേഖയാണ്. ഒരാൾക്ക് മറച്ചു വെക്കാനും കഴിയില്ല. അവിടെ നാക്കിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല. അപ്പൊ ഭൂമി സാക്ഷി പറയും. എവിടെ വെച്ച് എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതൊക്കെ ഭൂമി അങ്ങ് സംസാരിക്കുകയാണ്. തീർന്നില്ല. ഇനി ഭൂമി മാത്രമല്ല, നമ്മുടെ കൂടെ എല്ലാ ഓരോ മനുഷ്യന്റെ കൂടെയും ഒരു സാക്ഷിയുണ്ട്. കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. മഹ്ശറിലേക്ക് നമ്മൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുന്ന രംഗം. വജാഅത്ത് കുല്ലു നഫ്സിൻ, സൂറത്ത് ഖാഫിലെ 21-ാമത്തെ സൂക്തം. വജാഅത്ത് കുല്ലു നഫ്സിൻ, എല്ലാ ഓരോ ദേഹവും വരുന്നതാണ്. മഅഹാ, ആ ഓരോ മനുഷ്യന്റെയും കൂടെ മഹ്ശറിലേക്ക് വരുമ്പോഴുണ്ടാകും സായിഖുൻ, അവനെ തെളിച്ചു കൊണ്ടുവരുന്ന ഒരു ഡ്രൈവർ ഉണ്ട്. അവനങ്ങനെ തെളിച്ചു കൊണ്ടുവരാനൊരു സായിഖ് ഉണ്ടാവും എല്ലാവരുടെ കൂടെ. വശഹീദ്, ഒരു പ്രത്യേക സാക്ഷി ഉണ്ടാവും. അപ്പൊ മലക്ക് പ്രത്യേക സാക്ഷിയായിട്ട് മലക്കും കൂടെ നമ്മുടെ എല്ലാ കാര്യത്തിലും. അത് വേറെ ഒരു സാക്ഷി. തീർന്നില്ല, അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇങ്ങനെ ഓരോ സാക്ഷികളും വരുമ്പോഴും ഏത് സാക്ഷിയെ ഹാജരാക്കിയാലും ദുന്യാവിലെ പോലെ എന്തിനേയും കളവാക്കുന്ന ദുശാഠ്യം പരലോകത്ത് വെച്ച് തെമ്മാടികൾ പ്രകടിപ്പിക്കും. അതാണ് ഈ പറയാൻ പോകുന്നത്. അള്ളാഹിന്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ്. ചിരിക്കാണ്ടായ കാരണം മനുഷ്യന്റെ തർക്കം പരലോകത്തെത്തിയാലും തീരൂലല്ലോ എന്നത് ഓർത്തിട്ടാണ്. ഈ കണ്ട സാക്ഷികളൊക്കെ ഉണ്ടായിരുന്നാലും മനുഷ്യൻ സമ്മതിക്കൂലാണ്. ആ ഒന്നും ഞാൻ അറിയില്ലാന്നാണ്. ആ ഒന്നും എന്നോട് പറഞ്ഞൊരു കാര്യമില്ല. അള്ളാഹിനെ ചോദ്യം ചെയ്യുന്നതാണ്. ഞാൻ ഈ ആയത്തിന്റെ സന്ദർഭത്തിലേക്കാണ് വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഓതിയ സൂറത്ത് യാസീനിലെ അവിടെയല്ലേ ആ സന്ദർഭത്തിലേക്കായി വരുന്നത്. ഞാനല്ലാത്ത സാക്ഷികളൊന്നും എനിക്ക് സ്വീകാര്യമല്ല. കാഫിര്യങ്ങൾ പറയും, എനിക്ക് എന്നിൽ നിന്നുള്ള സാക്ഷ്യത്വത്തെ അല്ലാതെ ഞാൻ സ്വീകരിക്കുകയില്ല. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കവേ ഫളഹിക, നബി തങ്ങളാണ് ചിരിച്ചു. അപ്പോ റസൂലുള്ളാഹി ചോദിക്കുകയാണ് സഹാബിമാരോട്, ഹൽ തദ്റൂന മിമ്മാ ളഹഖു, നിങ്ങൾക്ക് അറിയോ, നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ എന്തിനാ ചിരിച്ചത്? സഹാബത്ത് പറയുന്നു, ഖുൽന അല്ലാഹു വറസൂലുഹു അഅലം. ഞങ്ങൾക്കറിയില്ല നബി, എന്തിനാണ്? അള്ളാഹ്ക്കറിയാം, അള്ളാഹുടെ വഴി കിട്ടുന്നത് നിങ്ങൾക്കല്ലേ, നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കറിയാം. അപ്പോൾ പറഞ്ഞു, ഞാൻ ചിരിച്ചതിന്റെ കാരണം മിൻ മുഖാതബത്തിൽ അബ്ദി റബ്ബഹു, ഒരടിമ നാളെ പരലോകത്ത് വെച്ച് തന്റെ റബ്ബിനോട് അവൻ നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അവൻ പറയും, യാ റബ്ബി, എന്റെ രക്ഷിതാവേ. പരലോകത്ത് വെച്ചിട്ട് അവൻ ചോദിക്കണം, അള്ളാഹിനോട് ചോദിക്കണം, അലം തുജിർനീ മിനൽ ദുൽമി, നീ അക്രമം ചെയ്യൂല എന്ന് എന്നോട് വാക്ക് പറഞ്ഞതല്ലേ? അള്ളാഹ് എന്നോട് പറഞ്ഞതല്ലേ ഞാൻ അക്രമിയല്ല, ഞാൻ അക്രമം ചെയ്യൂലാന്ന്, അക്രമത്തില്ലെന്ന് രക്ഷയുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ, ഞങ്ങളോട് നീ പറഞ്ഞതല്ലേ? അപ്പൊ അള്ളാഹ് പറയും, ബലാ, തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫയഖൂലു, ഇവന്റെ അടുത്ത ചോദ്യം, എങ്കിൽ ഫഇന്നി, നീ ഒരുപാട് സാക്ഷികളെ ഇവിടെ ഹാജരാക്കിയല്ലോ, അതൊന്നും തന്നെ ലാ ഉജീസു അലാ നഫ്സി ഇല്ലാ ഷാഹിദം മിന്നി, എന്നിൽ നിന്നുള്ള ഒരു സാക്ഷിത്വത്തെ അല്ലാതെ ഞാൻ വേറെ പുറത്തുനിന്നുള്ള ഒരു വിറ്റ്നസും സ്വീകരിക്കൂല. അപ്പൊ അല്ലാഹ് പറയും, എന്നാ പിന്നെ കഫാ ബി നഫ്സിക്കൽ യൗമ അലൈക ഷഹീദാ, ഇന്നത്തെ ദിവസം നിനക്ക് സാക്ഷിയായിട്ട് നീ തന്നെ മതി. വബിൽ കിറാമിൽ കാതിബീന ശുഹൂദാ, എല്ലാം രേഖപ്പെടുത്തുന്ന മലക്കുകളും അവരും സാക്ഷിയായിട്ടുണ്ട്, അതൊക്കെ നിനക്ക് മതി. അതങ്ങോട്ട് പറയലും മാത്രമല്ല, മറ്റൊരായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മുഅ്മിനീങ്ങളായ ആൾക്കാർക്കൊക്കെ അല്ലാഹു തആല അങ്ങനെ പുറത്തു കൊടുക്കണം. കാരണം അവരിൽ ശിർക്ക് വന്നിട്ടില്ല. ശിർക്ക് വരാത്തവർക്കൊക്കെ അല്ലാഹു തആല അവന്റെ ഫള് കൊണ്ട് ചിലപ്പോൾ പുറത്തു കൊടുത്തേക്കും. ഈ രംഗം ഇവർ കാണുകയാണ്. അപ്പൊ അവര് പരസ്പരം പറയുന്നതാണ്, ശിർക്ക് അവൻ പൊറുക്കണില്ല, അതുകൊണ്ട് ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് ഇവിടെ നമുക്ക് അവിടെ വാദിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കണം, സഹീഹ് ഹദീസാ. അങ്ങനെ അവിടെ വെച്ചവർ പറയുന്ന ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുമ്മ ലൻ തകും ഫിത്നതുഹും ഇല്ലാ അൻ ഖാലൂ വല്ലാഹി റബ്ബിനാ മാ കുന്നാ മുശ്രിക്കീൻ. സൂറത്തുൽ അൻആമിലെ 23-ാമത്തെ ആയത്തിൽ കാണാം. അവിടെ വെച്ച് നടക്കുന്ന സംഗതിയാ. വയൗമ നഹ്ശുറുഹും ജമീഅ, 22-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? വയൗമ നഹ്ശുറുഹും ജമീഅ,
നാം അവരെ മഹ്ശറിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം സുമ്മ നഖൂലു പിന്നീട് നാം ചോദിക്കും ലില്ലദീന അശ്റകൂ ശിർക്ക് ചെയ്ത ആളുകളോട് ഞാൻ ചോദിക്കും ഐന ശുറകാഉകുമുല്ലദീന കുൻതും തസുമൂൻ നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങൾക്ക് കാവൽ തരുമെന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്നും നിങ്ങളുടെ കൈപിടിക്കുമെന്നുമൊക്കെ നിങ്ങൾ വാദിച്ചിരുന്ന നിങ്ങളുടെ ആ പങ്കുകാരൊക്കെ ഇപ്പൊ എവിടെ പോയി? ആരെയും ഇവിടെ കാണാനില്ലല്ലോ, എവിടെ പോയി നിങ്ങളുടെ പങ്കാളികളൊക്കെ എന്ന് മുശ്രിക്കീങ്ങളോട് നാം ചോദിക്കുമ്പോ സുമ്മലം തക്കും ഫിത്നതുഹും ഇല്ലാ അൻ ഖാലൂ അവർ അവിടെ വെച്ച് ഈ പ്രകാരം പറയലല്ലാതെ അവർക്ക് ഇനി രക്ഷയില്ല. അവർ അല്ലാഹുവിനോട് പറഞ്ഞു നോക്കുകയാണ്, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് റബ്ബിന ഞങ്ങളുടെ റബ്ബായ അല്ലാഹ് നിന്നെ തന്നെയാണ് സത്യം, മാ കുന്നാ മുശ്രിക്കീൻ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല. കേട്ടോ, പറഞ്ഞു നോക്കുകയാണ് അവിടെ, ഞങ്ങൾ ശിർക്കൊന്നും ചെയ്തിട്ടില്ല. അല്ലാഹ് വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കണ, ഞങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല. അള്ളാഹ് പറയണം അവരുടെ ആ വാദത്തെക്കുറിച്ച് അടുത്ത ആയത്ത് എന്താ? സൂറത്തുൽ അൻആമിലെ 24-ാമത്തെ ആയത്ത്, ഉൻളുർ കൈഫ കദബൂ വലാ അൻഫുസിഹിം വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. ഓ മുഹമ്മദ് നബിയെ, നോക്കൂ എപ്രകാരമാണ് അവരുടെ മേൽ അവർ കള്ളം കെട്ടിച്ചമക്കുന്നത്. വദല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ മഹ്ശറിൽ വരുമ്പോൾ അവർക്ക് സഹായിക്കാൻ ഒരുപാട് ആളുണ്ടാകും എന്ന് വാദിച്ചിട്ട് അവരാ നുണ പറഞ്ഞുണ്ടാക്കിയ ആരെയും ഇപ്പൊ ഇവിടെ കാണുന്നുമില്ലല്ലോ, എല്ലാവരും വരെ വിട്ടുപോയി. ഇത് അല്ലാഹ് സൂറത്തുൽ അൻആമിൽ 21, 22, 23 ആയത്തുകളിലൂടെ പറയാം. ഇങ്ങനെ ഇവർ ഈ നുണയാണ്ട് പറയാൻ തുടങ്ങുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഫയുഖ്തമു അലാ ഫീ അവന്റെ വായക്കങ്ങ് മുദ്ര വെക്കും. അതാണ് അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. അത് പറയാൻ ഞാൻ ഈ സാക്ഷികളെ ഒക്കെ പറഞ്ഞത്. ആ സമയത്ത് അവന്റെ വായക്കങ്ങ് മുദ്ര വെക്കും. ഈ കിടന്ന് വളവള അടക്കണ്ട. അപ്പൊ ഇതുവരെ അങ്ങനെ കുറെ പറഞ്ഞില്ലേ, കാരണം ചെയ്തിട്ടില്ല നിന്റെ സാക്ഷിയല്ലത്തോ അല്ലാതെ ഞാൻ സ്വീകരിക്കൂല, പുറത്തുനിന്നുള്ളവരൊന്നും ഞാൻ അംഗീകരിക്കൂല, ഞാൻ ചെയ്തിട്ടുണ്ടേ കൊണ്ടുപോവാ, നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ ശിർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെ നീ കുറെ ആയില്ലേ നാക്കിട്ടടിക്കണം, നീ മിണ്ടാൻ പാടില്ല. നീ അവന്റെ വായക്കങ്ങ് സീല് വെക്കും. ഫയുഖാലു എന്നിട്ട് പറയപ്പെടും ലി അർക്കാനിഹി അവന്റെ അവയവങ്ങളോട് പറയപ്പെടും ഇൻതിഖീ സംസാരിക്കൂ എന്ന് അവന്റെ അവയവങ്ങളോട് പറയും. ഇനി അവയവങ്ങൾ സംസാരിക്കാൻ പോകും. അതാണ് വതുകല്ലിമുനാ ഐദീഹിം അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. വതശ്ഹദു അർജുലുഹും അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും. കൈയും കാലും ഒക്കെ അവിടെ വർത്താനം പറയും, സാക്ഷിയൊക്കെ നിൽക്കുക. എന്ന് അപ്പോൾ ഓരോന്നും വിളിച്ചു പറയാണ്. മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വിളിച്ചു പറയും അല്ലാഹുവിനോട്, ദാ എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇവൻ ഇന്ന തെറ്റ് ചെയ്തത് എന്നിങ്ങനെ പറയും. പിന്നീട് അവനൊന്ന് സംസാരിക്കാനുള്ള ശേഷി അല്ലാഹ് വീണ്ടും ഒന്ന് കൊടുത്ത് വായയുടെ സീലങ്ങ് മാറ്റുമ്പോ അവൻ ആദ്യം പറയുന്ന വാക്കെന്താ? ബുഅ്ദൻ ലകുന്ന വസുഹഖാ ഓ അവയവങ്ങളെ നിങ്ങൾക്ക് നാശം. ഫഅൻകുന്ന കുന്തു ഉനാദിലു നിങ്ങൾക്ക് വേണ്ടിയായിരുന്നോ ഇതുവരെ ഞാൻ ഈ തർക്കിച്ചതൊക്കെ, നിങ്ങൾ എന്നെ കൈവിട്ടില്ലേ എന്ന് മനുഷ്യൻ അവന്റെ അവയവങ്ങളോട് കയർത്ത് സംസാരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനി പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് കേട്ടോളൂ. സൂറത്ത് ഫുസ്സിലത്തിൽ നീണ്ട ഒരായത്തിൽ അല്ലാഹ് പറയാണ്, വയൗമ യുഹ്ശറു അദാഉല്ലാഹി ഇലന്നാർ അല്ലാഹുവിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് അവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. ഫഹും യൂസഊൻ അപ്പോഴവർ നിയന്ത്രിച്ച് കൊണ്ടുവരപ്പെടും. ഓരോരുത്തരെ ആയിട്ട് നരകത്തിയിലേക്ക് അങ്ങനെ കൊണ്ടുവന്നിടുകയാണ്. ആ നരകത്തിയിൽ അവരങ്ങ് വരുന്ന ആ സമയത്ത് അവർക്കെതിരെ അതാരൊക്കെ സാക്ഷി പറയുന്നുണ്ട്? അല്ലാഹ് പറയാണ്, ഷഹിദ അലൈഹിം അവർക്കെതിരെ സാക്ഷി പറയുന്നതാണ്. സംഉഹും അവരുടെ കാതുകൾ, ചെവികള് അവർക്കെതിരെ വർത്തമാനം പറയും. വഅബ്സാറുഹും അവരുടെ കണ്ണുകളും. സുബ്ഹാനല്ലാഹ്, ഓരോ വചനവും വിലപ്പെട്ട വചനാട്ടോ, അത് ഖുർആന്റെ വചനങ്ങളാണ്. ഇതോർത്തിട്ട് ഇനി ചിന്തിക്ക്, എനിക്കിനി എൻ്റെ കണ്ണുകൊണ്ടും എൻ്റെ കാതുകൊണ്ടും എൻ്റെ നാവുകൊണ്ടും എൻ്റെ അവയവങ്ങളെ കൊണ്ടും എനിക്കിനി തെറ്റിയാൻ പറ്റുമോ? അവരുടെ കണ്ണുകളും അവരുടെ കാതുകളും തീർന്നില്ല. മനുഷ്യ ശരീരത്തിൽ മുഴുവനും പടർന്നു കിടക്കുന്ന ഒരു ഭാഗമുണ്ട്, അതവന്റെ സ്കിന്നാണ്. വജുലൂദുഹും അവരുടെ തൊലികളും സംസാരിക്കുന്നതാണ്. ബിമാ കാനൂ യഅമലൂൻ എന്തൊക്കെയാണ് ആ ശരീരം പ്രവർത്തിച്ചതെന്ന് മനുഷ്യന്റെ കാത് പറയും, കണ്ണ് പറയും, മനുഷ്യന്റെ തൊലി സംസാരിക്കും. സൂറത്ത് ഫുസ്സിലത്ത്. ആ സമയത്ത് നരകവാസികൾ അവരുടെ തൊലികളോട് ചോദിക്കും, വഖാലൂ ലിജുലൂദിഹിം
കാഫിറുകൾ അവരുടെ തൊലികളോട് ചോദിക്കുകയാണ്, ലിമ ശഹിത്തും അലൈനാ, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ദുനിയാവിൽ ഞങ്ങൾ പലതും ചെയ്തത്? നിങ്ങളങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് ചുണ്ട് മിനുക്കി എണ്ണ പുരട്ടി ക്രീമൊക്കെ പുരട്ടി ഞങ്ങൾ ഈ തൊലി സ്കിന്ന് ചുളിയാതെ അതിന്റെ ആ നൈർമല്യമൊക്കെ നിലനിർത്താൻ വേണ്ടി എത്രയാ പാടുപെട്ടത്. എന്നിട്ടിപ്പോ ഞങ്ങൾക്കെതിരെ നിങ്ങൾ ഇവിടെ സാക്ഷി പറയാണോ? എങ്ങനെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്? നിങ്ങൾ എങ്ങനെ ഈ വർത്താനം പറയേണ്ടത്? നമ്മൾ ഇന്ന് വരെ പരിചയമല്ലോ. നിങ്ങൾ സ്കിന്ന് സംസാരിക്കണത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ തൊലികൾ മറുപടി പറയും, അന്തതനല്ലാഹ്, ഞങ്ങളെ സംസാരിപ്പിച്ചവൻ അല്ലാഹു ആകുന്നു. ആരാണല്ലാഹ്? അല്ലദീ അന്തഖ കുല്ല ശൈഇ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്നവനാണവൻ. വഹുവ ഖലഖകും അവ്വല മറ, ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങളെ പടച്ചവനും അവൻ തന്നെയാണ്. വഇലൈഹി തുർജഊൻ, അവന്റെ അടുക്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. വമാ കുൻതും തസ്തതിറൂന, നിങ്ങൾക്കൊരിക്കലും മറച്ചു വെക്കാനായിട്ടില്ലല്ലോ. അൻയശ്ഹദ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷി പറയാതിരിക്കാൻ. ആരൊക്കെ? സമഉക്കും, നിങ്ങളുടെ ചെവികളും, വലാ അബ്സാറുക്കും, നിങ്ങളുടെ കണ്ണുകളും, വലാ ജുലൂദുക്കും, നിങ്ങളുടെ തൊലികളും, വലാകിൻ വനന്തും, പക്ഷേ നിങ്ങൾക്കൊരു പൂതിയുണ്ടായിരുന്നു, നിങ്ങൾ ഭൂമിയിൽ വെച്ച് നിങ്ങൾക്കൊരു വിചാരമുണ്ടായിരുന്നു. അതെന്താണ്? അന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഅലമു, അവനൊന്നും അറിയാൻ പോകുന്നില്ല, കസീറം മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന മിക്ക കാര്യവും അല്ലാഹു അറിയൂല എന്ന് ഒരു മോഹം, ഒരു പൂതി, ഒരു വിചാരം നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ചുണ്ടായിരുന്നു. ദാലിക്കും വദാലിക്കും വന്നുകുമുല്ലദീ ദനൻതും ബിറബ്ബിക്കും, യജമാനനായ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങളാ ഊഹിച്ച ഊഹമുണ്ടല്ലോ, അതാണ് അർദാക്കും, നിങ്ങളെ നശിപ്പിച്ച് കളഞ്ഞത്. ഫഅസ്ബഹതും മിനൽ ഖാസിരീൻ, അങ്ങനെ നിങ്ങളിപ്പോ ഈ നരകത്തിൽപ്പെട്ട് പരാജയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളായിത്തീരാൻ കാരണം എന്താണ്? ദുനിയാവിൽ വെച്ച് എന്ത് തമ്മാടിത്തം ചെയ്യുമ്പോഴും അതൊന്നും അല്ലാഹ് അറിയാൻ പോകുന്നില്ല എന്നായിരുന്നു നിങ്ങളുടെ ധാരണ. അതുകൊണ്ട് ഇനി ഇവിടെ ക്ഷമിക്കല്ലാതെ ഒരു ഫലവുമില്ല. എന്ത് ക്ഷമ? ഫഇയസ്ബിറൂ ഫന്നാറു മസ്വല്ലഹും വഇയസ്തഅതിബൂ ഫമാ ഹും മിനൽ മുഅ്തബീൻ. ഇനി അവിടെ എന്ത് ക്ഷമിക്കാനാണ്? ആരെ കുറ്റപ്പെടുത്താനാണ്? ആരെ ആക്ഷേപിക്കാനാണ്? സ്വന്തത്തെ തന്നെ ആക്ഷേപിക്കാനല്ലാതെ. അതാണ് അല്ലാഹ് പറയുന്നത്. എന്തെന്നറിയോ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായക്ക് നാം മുദ്ര വെക്കുന്ന ദിവസം. വതുകല്ലിമുനാ അയ്ദീഹിം, അവരുടെ കരങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ നമ്മോട് സാക്ഷി പറയുന്നു. എന്തിനെക്കുറിച്ച്? ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തിട്ടുള്ള ചെയ്തികൾ ഓരോന്ന് എണ്ണുകയാണ്. എല്ലാം അവിടെയാണ് പറയുന്നത്. കൈ പറയുന്നത് ആ ചെയ്തിട്ടുണ്ട്, അപ്പൊ കാല് പറയുന്നത് ഞാൻ അതിന് സാക്ഷിയാണ്. കൈയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു കൈ സംസാരിക്കും, കാലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു സാക്ഷി പറയും. കാരണം അധികം മനുഷ്യൻ്റെ പ്രവർത്തികൾ, തെറ്റുകൾ ഉണ്ടാവുക എന്തുകൊണ്ടാണ്? കയ്യുണ്ടാവും. കൈ പറയും ഞാനാ ചെയ്തത്, ഞാൻ ചെയ്തിട്ടുണ്ട്. കാലി പറയും ഞാൻ സാക്ഷിയാണ്. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. എന്തൊക്കെ സാക്ഷിയാണ്? സൂറത്തുൻ നൂറിൽ 24-ാമത്തെ ആയത്തിലും റബ്ബ് തന്നെ പറയുന്നുണ്ട്. സൂറത്തുൻ നൂർ, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. എല്ലാം പടയും പറഞ്ഞു. അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസം. അൽസിനത്തുഹും, അവരുടെ നാവുകൾ, വഅയ്ദീഹിം, അവരുടെ കൈകൾ, വഅർജുലുഹും, അവരുടെ കാലുകൾ, ബിമാ കാനൂ യഅമലൂൻ, അവരെന്തൊക്കെ പ്രവർത്തിച്ചോ അതിനെക്കുറിച്ചൊക്കെ അവിടെ സാക്ഷി പറയും. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ. മനുഷ്യൻ നുണ പറയുന്ന, പിന്നെയും നുണ പറയുന്ന രംഗം മുസ്ലിമിൽ ഹദീസിൽ കാണാം. എന്തൊക്കെ നുണ പറയുന്നൊരു മടിയില്ലല്ലോ, അവിടെയും നുണ പറഞ്ഞു നോക്കുകയാണ്. അവിടെ വെച്ച് കാഫിർ പറയുന്ന ഒരു നുണ കേട്ടോ. യാ റബ്ബി, എന്റെ റബ്ബേ, ആമന്തു ബിക, ഞാൻ നിന്നിൽ വിശ്വസിച്ചവനായിരുന്നു. വബി കിതാബിക, നിന്റെ വേദഗ്രന്ഥത്തിലും വിശ്വസിച്ചവനായിരുന്നു. വബി റസൂലിക, നിന്റെ പ്രവാചകന്മാരിലും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹുവോടായി പറയണതേ. വസല്ലൈതു, ഞാൻ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നു. വസുംതു, ഞാൻ നോമ്പും നോറ്റിരുന്നു. വതസദ്ദഖ്തു, ഞാൻ സകാത്തും കൊടുത്തിരുന്നു. അങ്ങനെ അങ്ങനെ എണ്ണി പറയും. വയുസിനി, അവൻ സ്വയം ഇങ്ങനെ പുകഴ്ത്തി പറയും. ബിഖൈരി മസ്തതാ, അവനെ കൊണ്ട് കഴിയാവുന്നത്ര ഒരുപാട് നന്മകൾ ഇങ്ങനെ എണ്ണിയിട്ട് പറയും. അങ്ങനെ പറയുമ്പോൾ അള്ളാഹ് അവനോട് പറയണേ, അതൊക്കെ ചെയ്തു തന്നെ എപ്പോഴും പറയണല്ലേ, എന്നാ ഇനി ഞാനൊരു സാക്ഷിയെ ഹാജരാക്കാൻ പോകുന്നു. ഇതൊന്നും നീ ചെയ്തിട്ടില്ല, പച്ച നുണയാണ് നീ പറയുന്നത് എന്ന് നിനക്ക് ബോധ്യമാകുന്ന ഒരു സാക്ഷിയെ ഇതാ ഞാൻ കൊണ്ടുവരാൻ പോകുന്നു. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിക്കും. ഹദീസിൽ പറയാണ്, വയതഫക്കറു ഫീ നഫ്സിഹി, മഹ്ശറിൽ വെച്ച് ഈ കാഫിർ ഇങ്ങനെ ആലോചിക്കും, മൻദല്ലദീ യശ്ഹദു അലയ്യാ, എന്റെ പേരിൽ ഇനിയിപ്പോ ആരാ ഒരു സാക്ഷി പറയാൻ ബാക്കി എന്ന് അവനിങ്ങനെ ചിന്തിക്കുമ്പോ ഫയുഖ്തമു അലാ ഫീഹി, അവന്റെ വായക്ക് മുദ്ര വെക്കപ്പെടും. ഇതൊക്കെ ഈ ഹദീസിന്റെ ആയത്തിന്റെ വ്യാഖ്യാനം കേട്ടോ. അവന്റെ വായക്ക് മുദ്ര കുത്തപ്പെടും.
വയുഖാലു, ഇനി പറയും, മറ്റ് ഹദീസിൽ പറയാത്ത ചില വാചകങ്ങൾ കേട്ടോ. വയുഖാലു, എന്നിട്ട് അവിടെ പറയപ്പെടും, ലി ഫഖിദിഹി, മനുഷ്യന്റെ കാൽ തുടയോട്. ഫഖദ് എന്ന് പറഞ്ഞാൽ തുടയാണ്. മനുഷ്യന്റെ തുടയോട് പറയപ്പെടും. വലഹമിഹി, അവന്റെ മാംസത്തോടും പറയും. തൊലി മാത്രല്ല, അവന്റെ മാംസത്തോടും പറയപ്പെടും. വഇളാമിഹി, അവന്റെ ബോൺസ്, എല്ലുകളോടും പറയപ്പെടും. എന്താ ബാക്കി? തൊലിയായി, ഇറച്ചി, മനുഷ്യരീരത്തിലെ ഇറച്ചിയായി, എല്ലായി, എല്ലാ. അവന്റെ കാൽ തൊട, അവന്റെ പ്രത്യേകിച്ച് കാൽ തൊടയോടും പറയും. എന്താ പറയാ? സംസാരിക്കുന്നു. കാലിന്റെ തൊടയോട്, മാംസത്തോട്, എല്ലിനോട് ഒക്കെ അള്ളാഹ് പരലോക കോടതിയിൽ നിന്ന് എന്ത് പറയും? ഇൻതിഖീ, സംസാരിച്ചോളൂ, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഫതൻതിഖു ഫഖ്ദുഹു, അപ്പോൾ മനുഷ്യന്റെ തൊട സംസാരിക്കും. വലഹമുഹു, അവന്റെ മാംസം സംസാരിക്കും. വഇളാമുഹു, അവന്റെ എല്ലുകളും സംസാരിക്കും. ബിഅമലിഹി, ഓരോന്നും ചെയ്തത് എന്താണെന്ന് അവയോരോന്നും വിളിച്ചു പറയും. എന്തിനാ അള്ളാഹ് അങ്ങനെ ചെയ്യുന്നത്? വദാലിക ലിയുഅ്ദിറ മിൻ നഫ്സി, മനുഷ്യനെ പൂർണ്ണമായി ഇനി ഓനിക്കൊന്നും പറയാൻ ചാൻസ് ഇല്ല, പൂർണ്ണമായും അങ്ങോട്ട് ബോധ്യപ്പെടുത്താനാണ്. വദാലികൽ മുനാഫിഖ് വദാലികൽ ലദീ യുസ്ഖിതുല്ലാഹു അലൈഹി, ആരാണ്? അതാണ് മുനാഫിഖിന്റെ അവസ്ഥ. അതാണ് അള്ളാഹ് കോപിച്ചവരുടെയൊക്കെ അവസ്ഥ മഹ്ശറിൽ വരാൻ പോകുന്നത്. ആ സമയത്ത് മനുഷ്യന്റെ എന്തൊക്കെ സംസാരിക്കും, എത്രയൊക്കെ സാക്ഷികൾ നാളെ പരലോകത്ത് വരുമെന്ന് നമ്മൾ. ഇതൊക്കെ സഹോദരങ്ങളെ, എന്തിനാ നമ്മൾ പഠിക്കുന്നത്? എന്തിനാ നമ്മൾ മനസ്സിലാക്കുന്നത്? കയ്യും കാലും കണ്ണും കാതും തൊടയും മാംസവും രക്തവും എല്ലും ഒക്കെ വിളിച്ചു പറയുമ്പോ മഹ്ശറിൽ ആരാ തുണ ഉണ്ടാവുക? ആരാ ഉണ്ടാവുക? നഫ്സി നഫ്സി എന്നാ അവിടെ. വേറൊരാളും രക്ഷിക്കാല്ല അവിടെ. വാപ്പിയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, ഭർത്താവുമില്ല, മോനുമില്ല, ആങ്ങളയില്ല, പെങ്ങളുമില്ല, കൂട്ടുകാരനുമില്ല, അയൽക്കാരുമില്ല, ആരുമില്ല. രക്ഷപ്പെടാൻ ഒന്നേ മാർഗമുള്ളൂ, മരിക്കുന്നതിൻ്റെ മുമ്പ് ജീവിത വിശുദ്ധി നേടി രക്ഷപ്പെടുക. അത് മാത്രമേ രക്ഷയുള്ളൂ, അത് മാത്രമേ രക്ഷയുള്ളൂ. സൂറത്ത് യാസീൻ പഠിക്കുന്നത് അതിനാ. ഓരോരുത്തരും ആലോചിച്ചോളിൻ, എനിക്കെത്ര വയസ്സായി? ഓരോരുത്തരും ചോദിക്കുക. ഇവിടെ ഈ ശബ്ദം ശ്രവിക്കുന്നവരും ഇനി ശ്രവിക്കുന്നവരും സ്വന്തത്തോട് ചോദിക്കുക, എനിക്കെത്ര വയസ്സായി? അപ്പോൾ ഒരു കണക്ക് കിട്ടും. അതിനിടയിൽ എൻ്റെ കൈകൾക്ക് എന്തൊക്കെ എന്നെക്കുറിച്ച് പറയാനുണ്ടാവും, എൻ്റെ തുടക്ക് എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും, എൻ്റെ തൊലികൾക്ക് എന്തൊക്കെ എന്നെക്കുറിച്ച് പറയാനുണ്ടാകും, എൻ്റെ മാംസങ്ങൾക്ക് എന്തൊക്കെ എന്നെക്കുറിച്ച് പറയാനുണ്ടാകും, എൻ്റെ ബോഡിയെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബോണുകൾക്ക്, എൻ്റെ എല്ലുകൾക്ക് എന്നെക്കുറിച്ച് എന്തൊക്കെ പരലോക കോടതിയിൽ കേസ് കൊടുക്കാനുണ്ടാകും. ആലോചിക്കുക. അള്ളാഹിനോട് ഇന്നു മുതൽ കരഞ്ഞു പറയാ, ഒറ്റക്കിരുന്ന് കരയാ. നാളത്തെ തഹജ്ജുദിനായിക്കോട്ടെ, എന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ തന്നെ ആയിക്കോട്ടെ, റബ്ബേ ഇതൊക്കെ കൂടി നമുക്കെതിരെ ഈ കാണുന്ന ബോഡി, ഈ ബോഡി മുഴുവനും, ഇതിൻ്റെ എല്ലും തൊലിയും മാംസവും രക്തവും എല്ലാം നമുക്കെതിരെ പരലോക കോടതിയിൽ പറയുന്നുണ്ടെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാ നമ്മൾ ഈ ദുന്യാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത്? മറ്റുള്ളവരാരും രക്ഷക്കുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ, ഓരോ മനുഷ്യൻ അവന്റെ ബാപ്പ, അമ്മ, ഭാര്യ, ഭർത്താവ് എല്ലാവരും ഓടിയാകലും ആരും ഉണ്ടാവില്ല എന്ന് ഉറപ്പാ. സ്വന്തം ബോഡി, സ്വന്തം ശരീരം പോലും നമുക്കെതിരായി വരുന്ന ലോകമാണ് മഹ്ശറെങ്കിൽ ആരാണ് അവിടെ നമുക്ക് തുണ? ആരാണ് അവിടെ നമുക്ക് കാവൽ? നമ്മുടെ അമലാണ്, നമ്മുടെ അമലാണ്, നമ്മുടെ അമലാണ് അവിടെ കാവൽ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. സൂറത്ത് യാസീൻ നമ്മളിങ്ങനെ മനപ്പാടാക്കി വരുമ്പോൾ ഈ ആയത്തൊക്കെ എത്തുമ്പോൾ 10ഉം 15ഉം വട്ടമൊക്കെ ഇങ്ങനെ ഓതിക്കോളി. എത്ര വട്ടം ഓതിയാലും ഒരക്ഷരത്തിന് 10 പുണ്യല്ലേ? അതാണ് ബൈഹാട്ടായിക്കോട്ടെ. എന്നിട്ടൊരു തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മളെ മനസ്സിലിങ്ങനെ വരണം, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നല്ല, ആരെങ്കിലും അറിയോ എന്നല്ല. എൻ്റെ ബോഡി, എൻ്റെ ബോഡിന്റെ കൂടെ അല്ലേ എൻ്റെ റബ്ബ് എപ്പോഴും നിരീക്ഷിക്കാൻ. എൻ്റെ ബോഡി ഒക്കെ കാണുകയാണ്, എല്ലാം അറിയാണ്. ഈ തൊലിയാ വർത്താനം പറയാ, ഈ നാവാണ് സംസാരിക്കുക, ഈ കൈയാണ് പറയാ, ഈ കാലാണ് പറയാ, ഈ കാലിന്റെ തൊടയാണ് സംസാരിക്കുക, ഈ എല്ലുകളാണ് പറയാ. ഞാൻ ആരെ വിളിച്ചു വെക്കുക? എന്താ വിളിച്ചു വെക്കാനുള്ളത്? ഞാനെങ്ങനെ തെറ്റ് ചെയ്യും? അതുകൊണ്ട് നന്നാവാൻ നോക്കുക സഹോദരങ്ങളെ, അത് മാത്രമേ രക്ഷയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ ഇത്ര ഗൗരവത്തോടെ വായക്ക് സീല് വെക്കുന്ന പറയുന്ന രംഗത് മാത്രമേ ഉള്ളൂ. വായക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ചത്, മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ വേണ്ടിയാണ് പാടില്ല. പിന്നൊക്കെ വിളിച്ചു പറയല്, ഇതൊക്കെ മാലോകർ കേൾക്കും കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഞാൻ ഒറ്റക്കല്ല കേൾക്കുക, ജനകോടികൾ അത് കേൾക്കാണ്, അതിനും കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ്. അവൻ തെമ്മാടിയാണ്, പാപിയാണെന്ന് അറിയിക്കാനുള്ള ഒരു അടയാളം കൂടിയായിരിക്കും അവരുടെ വായക്കൊക്കെ സീൽ വെച്ചിട്ടുണ്ടാകുന്നു. അപ്പൊ തന്നെ മുഅ്മിനീങ്ങൾക്ക് മനസ്സിലാവും, അവൻ കേടി ലിസ്റ്റിലാണോ, തെമ്മാടിയാണ്.
പരസ്യമായിട്ട് അതൊക്കെ നടക്കാൻ പോണത്. ഇത് പരസ്യമായിട്ടാണ് നടക്കാൻ പോണത്. അവിടെ മഹ്ശറിൽ വഷളാക്കപ്പെടുകയാണ്. വായക്കാണ് സീല് വെച്ചു എന്നുണ്ടാ തന്നെ മനസ്സിലായി അവൻ്റെ കാര്യം പോക്കാം. അതേ അവസരത്തിൽ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. മുഅ്മിനീങ്ങൾ അള്ളാഹിനോട് മുഅ്മിനീങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹ് ചോദിക്കും, ഇന്നും കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ? ഇവന്റെ മാതിരി നിഷേധിക്കല്ല അയ്യ. മുഅ്മിനീങ്ങൾ പറയും, ബലാ യാ റബ്ബ്, അതേ റബ്ബെ ചെയ്തു പോയി. അമിൽത കദാ വ കദാ, അമിൽത കദാ വ കദാ. അള്ളാഹ് മുഅ്മിനീങ്ങളോട് ചോദിക്കും, നീ ഇന്നതൊക്കെ ചെയ്തില്ലേ? ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, മുഅ്മിന് ആ സമയത്ത് ഉറപ്പിക്കുന്നതാണ്, എന്ത്, എൻ്റെ കാര്യം പോക്കാണ്, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്. അപ്പോൾ അള്ളാഹിനോട് കൂടുതൽ വിനീതനായിട്ട് പറയും, ചെയ്തു പോയി റബ്ബേ, അതെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹ് സ്വകാര്യമായിട്ട് അവനങ്ങോട്ട് അടുപ്പിച്ചിട്ട് പറയും, ഈ ചെയ്ത ഒരു ചെയ്തിയും ഞാൻ ദുന്യാവിൽ വെളിച്ചത്താക്കിയിട്ടില്ല. ഇല്ലല്ലോ, ഇല്ല. എന്നാൽ ആഖിറത്തിലും ഞാനത് ഇവിടെ ആരോടും പറയാതെ നിനക്ക് വേണ്ടി ഞാൻ മറച്ചു വെക്കുക. എന്നിട്ട് അവന് അള്ളാഹു താല അതൊക്കെയാണ് പുറത്തു കൊടുത്തിട്ട് അവൻ അള്ളാഹു സ്വർഗ്ഗമാണ് കൊടുക്കും എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ അള്ളാഹിൻ്റെ പേര് സിത്തീർ. ഇതാ അള്ളാഹിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് സിത്തീർ. സത്താറല്ല, ആൾക്കാർ തെറ്റി പറയുന്നതാണ്. പേരിടുമ്പോൾ അബ്ദുൽ സത്താർ എന്നിടും. അബ്ദുൽ സത്താർ അല്ല, അബ്ദുൽ സിത്തീറാണ്. സിത്തീർ എല്ലാ പാപങ്ങളെയും പോരായ്മകളെയും ഒക്കെ മാലോകരറിയാതെ മൂടി വെച്ച് മറച്ചു വെക്കുന്നവനാണ് അള്ളാഹു. നാളെ മഹ്ശറിൽ വെച്ച് മോമിനീങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ ഫളലാണ്. അള്ളാഹിന് പുറത്തു കൊടുക്കുകയൊക്കെ അവൻ വിചാരിക്കുന്നവർ. ഷിർക്ക് ചെയ്തവർക്കില്ല കേട്ടോ. ഷിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ തൗബ ചെയ്തിട്ടും പോയിട്ടുണ്ടാവും ഇവിടുന്ന് മനുഷ്യന്മാർ. അങ്ങനെയുള്ളവർക്ക് അള്ളാഹിന് പുറത്തു കൊടുക്കണം. അവൻ അവിടെ ഒക്കെ സമ്മതിക്കും. അള്ളാഹ് ചോദിക്കുമ്പോഴൊക്കെ അവൻ എന്താ പറയാ, ബലാ യാ റബ്ബ്, അതെ ഞാൻ ചെയ്തു റബ്ബേ, ഞാൻ ചെയ്തു. കാഫിർ പറയുന്നത് എന്താ, ഏയ് ഞാൻ നിന്നിൽ വിശ്വസിച്ചവൻ, നിന്റെ കിതാബിൽ വിശ്വസിച്ചവനാണ്, നിന്റെ റസൂലിൽ വിശ്വസിച്ചവനാണ്, നിസ്കരിച്ചവനാണ്, നോമ്പ് നോറ്റവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്, ഇനി ഒന്നും പറയാൻ ബാക്കില്ല. എല്ലാം വിളിച്ചു നോണ പറയും അവിടെയും. മോമിൻ അത് പറയൂല. മോമിൻ ദുന്യാവെന്നും സത്യമേ പറഞ്ഞിട്ടുള്ളൂ. റബ്ബിന്റെ കോടതിയിലും അവൻ എന്തേ പറയൂ, സത്യമേ പറയൂ. അതാണ് വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. സൂക്ഷ്മാലുക്കൾക്കാണ് നല്ല പര്യവസാനം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വചനം ധാരാളമായി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ആവർത്തിച്ചിത്ര ഓർമ്മപ്പെടുത്തുന്നത്, ഇതുപോലെ ഒരു വചനം നമ്മെ നന്മയിൽ ഉറപ്പിച്ച് നന്മകൾ ധാരാളം ചെയ്യുവാനും തിന്മകളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കുവാനും ഇത്ര നമുക്ക് മാനസികമായി കരുത്ത് പകരുന്നൊരു വേറായത്തുണ്ടാവില്ല. കാരണം വളരെ ഭീകരമായ രംഗല്ലേ ഈ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഈ വചനം ഉണ്ടായിരിക്കണം. മനഃപ്പാഠമുണ്ടാകും എല്ലാവർക്കും, ഇല്ലാത്തവർ മനഃപ്പാഠമാക്കണം. ഓരോ ആശയങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകണം. തിന്മകൾ വരാതെ ജീവിക്കണം, ജീവിത വിശുദ്ധി നേടണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാപങ്ങളും റഹ്മാനായ റബ്ബ് നാളെ മഹ്ശറിലേക്ക് അത് പരസ്യപ്പെടുത്താൻ വേണ്ടി മാറ്റിവെക്കാതെ അത് മറച്ചുവെച്ച് സമ്പൂർണ്ണമായും അതെല്ലാം മായ്ച്ചു കളഞ്ഞ് പുറത്തു തന്ന് നമ്മോട് അപാരമായ അഫ്വ് കാണിച്ച്, മാപ്പ് കാണിച്ച്, വിട്ടുവീഴ്ച കാണിച്ച്, കരുണ കാണിച്ച് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു നല്ല അവസ്ഥ നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ജഹന്നമിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.